നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ട് എന്നത് പല സമയത്തും നമ്മൾ വിസ്മരിക്കുന്ന കാര്യമാണ്. ആരുടെയെങ്കിലുമൊക്കെ പ്രോത്സാഹനം കൊണ്ടോ സഹായം കൊണ്ടൊക്കെയല്ലേ ഓരോ പടവുകളും ചവിട്ടിക്കയറുവാൻ നമുക്കിടയായത്. ലോകപ്രസിദ്ധനായ ഐസക് ന്യൂട്ടൻ അറിയപ്പെടുന്നത് ഒരു ശാസ്ത്രജ്ഞനായിട്ടാണ്. ഏതൊരു ബാലകനും ശാസ്ത്രസത്യങ്ങൾ പഠിക്കുവാൻ ആരംഭിക്കുമ്പോൾ പ്രസിദ്ധമായ ഗുരുത്വാകർഷണം പഠിക്കാറുണ്ട്. ഒരാപ്പിൾ ആ മരത്തിൽ നിന്ന് താഴോട്ട് വീഴുന്നതിൻ്റെ കാരണം ഗുരുത്വാകർഷണമാണെന്ന് ഐസക് ന്യൂട്ടൻ പഠിപ്പിച്ചു. ഐസക് ന്യൂട്ടനെ എല്ലാവർക്കും അറിയാം. എന്നാൽ അദ്ദേഹത്തെ ഒരു പ്രതിഭയാക്കി മാറ്റിയത് പ്രസിദ്ധനായ മറ്റൊരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ഗണിതശാസ്ത്രപരമായ എല്ലാ കണക്കുകളും തത്വങ്ങളും ഏറ്റവും നന്നായി ചെയ്യേണ്ടതിന് അദ്ദേഹത്തെ പഠിപ്പിച്ചതും മറ്റൊരു ശാസ്ത്രജ്ഞനാണ്. ഏറ്റവും പ്രസിദ്ധമായ ഐസക് ന്യൂട്ടൻ്റെ പുസ്തകം പോലും എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചത് ഹാലി എന്ന ശാസ്ത്രജ്ഞനാണ്. പക്ഷേ അധികം ആർക്കും ഹാലി അറിയില്ല. ഐസക് ന്യൂട്ടൻ ലോകമറിയപ്പെടുന്ന പ്രതിഭയായി മാറിയപ്പോൾ ഹാലിയാകട്ടെ അധികമാരും അറിയപ്പെടാതെ തൻ്റെ പഠനങ്ങളിലും ഗവേഷണങ്ങളിലും മുഴുകി ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് എഡ്മണ്ട് ഹാലി എന്ന പേര് പോലും ലോകമറിയാൻ ആരംഭിച്ചത്. ഓർബിറ്റിനെ കുറിച്ചുള്ള പഠനവും വളരെ പ്രസിദ്ധമായ ഹാലി വാൽനക്ഷത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങളുമൊക്കെ പിന്നീടാണ് ലോകം അറിഞ്ഞത്. അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടതിനാണ് 76 വർഷങ്ങൾ കൂടി മനുഷ്യരെ കാണുവാൻ കഴിയുന്ന വാൽനക്ഷത്രത്തിന് ഹാലി വാൽനക്ഷത്രം എന്നുപോലും പേര് കൊടുത്തത്. പക്ഷെ ഒരു പരിഭവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. മറ്റൊരാൾ ശ്രേഷ്ഠനാകുന്നതും അറിയപ്പെട്ട ശാസ്ത്രജ്ഞനാവുന്നതൊക്കെ വളരെയധികം സന്തോഷത്തോടുകൂടെ ഹാലി നോക്കി നിന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആരുടെയെങ്കിലുമൊക്കെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിന് വലിയ സംഭാവനകൾ ചെയ്യാൻ ഓരോരുത്തർക്കും കഴിയൂ എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിസ്മരിക്കാൻ പാടില്ലാത്ത എത്രയോ ആളുകളുണ്ട്. നാമൊക്കെ ഈ നിലയിലെത്തിയത് തന്നെ ആരുടെയൊക്കെയോ കൈത്താങ്കലും കരുതലും കൊണ്ടൊക്കെയല്ലേ. അതുകൊണ്ട് സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവരെ വളർത്തിയെടുക്കുവാൻ കൂടെ നമ്മൾ മനസ്സ് കാണിക്കണം. അങ്ങനെ ഒരു കൈത്താങ്ങൽ കൊടുക്കുവാൻ മനസ്സുണ്ടായാൽ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ നില തന്നെ മാറില്ലേ. ശ്രേഷ്ഠരായ ഒരുപാട് ആളുകൾ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലേക്ക് വളർന്നു വരുവാൻ നമ്മുടെ കൈത്താങ്ങൾക്ക് ഇടയാകും. അതുകൊണ്ട് മനസ്സ് തുറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കാനും വളർത്തിയെടുക്കുവാനും നമുക്കിടയാകട്ടെ. എല്ലാവരും ശ്രേഷ്ഠരാ, ആരും ചെറുതല്ല, ആരും മോശമല്ല. എല്ലാവരെയും ശ്രേഷ്ഠരായിട്ട് കാണാം. എല്ലാവരെയും നമുക്ക് വളർത്തിയെടുക്കാം. അങ്ങനെ ഒരു നല്ല ലോകം സൃഷ്ടിപ്പാൻ നമുക്കിടയാകട്ടെ. മറ്റുള്ളവർക്ക് ഒരു പ്രോത്സാഹനമായി നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാം.